1500 കോടി ക്ലബിൽ ആദ്യമായിട്ട് കയറിയ സിനിമയായിരുന്നു ഏത്? ബാഹുബലി. ഈ ബാഹുബലി പറയുന്ന സിനിമ കാണാത്തായിട്ട് ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ അതൊക്കെ മേലെ ഞാൻ ഒരു സർപ്രൈസ് പറയട്ടെ. ഇപ്പൊ റീസെന്റ് അത് റിലീസായി. അതും ഹിറ്റ് അല്ല, മെഗാ സൂപ്പർ ഹിറ്റ് ആണേ. അങ്ങനെയുണ്ടെങ്കിൽ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ദാ വരുന്നു ബാഹുബലി സിനിമയുടെ സംവിധായകൻ SS രാജമൗലി. വെൽക്കം സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ വേദിയിൽ സാറിനെ കാണാൻ സാധിച്ചതിൽ. ഐ എം റിയലി സോറി. ഐ ഹോപ്പ് യു ആർ കംഫർട്ടബിൾ വിത്ത് മലയാളം. ഷുവർ, എനിക്ക് മലയാളം അറിയാം. എന്റെ ദൈവമേ, സാറിന് മലയാളം അറിയാവോ? ഞാൻ ഒരുപാട് മലയാള സിനിമകൾ ഫോളോ ചെയ്യുന്ന ആളാണ്. മലയാളത്തിലെ ഒരുപാട് വലിയ വലിയ ഹിറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹിറ്റ് നടന്മാരുണ്ട്, അഭിനയിക്കാൻ വളരെ വേഴ്സറ്റൈലുള്ള ഒരുപാട് നടന്മാരുണ്ട്. നമ്മുടെ മോഹൻലാൽ സാർ, മമ്മൂക്ക, അത് എടുത്തു പറയാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. റിയലി സാറ് ഭയങ്കര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു സാർ. ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് അറിയാലോ, ശ്വേത ചേച്ചി ഉണ്ട്, നോബി ചേട്ടനൊന്നും അറിയാൻ വഴി ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഞാൻ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സ് കാണാറുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് കാണാറുണ്ട്. ഞാൻ അതിന്റെ വലിയൊരു ആരാധകനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സ് കണ്ടിട്ടേ ഞാൻ കിടക്കാറുള്ളൂ മിക്കവാറും. കാരണം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് സ്കിറ്റുകളുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സത്യം നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ തരികയാണ്. വേറൊന്നുമല്ല, എന്റെ അടുത്ത പടത്തില് മൈ നെക്സ്റ്റ് മൂവി ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് സാർ ഇപ്പൊ പറയുന്നത്. തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അത് ആരാണെന്നും കൂടെ ഈ ഒരു വേദിയിൽ പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രിവിലേജ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു ആർട്ടിസ്റ്റിനും ചെയ്യാൻ പറ്റാത്തതാണ് ഈ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സെലക്ട് ചെയ്ത ആളിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടി ഏകദേശം 2 വർഷം 3 വർഷം ഇരുന്നാണ് ഞാൻ ആ കഥ എഴുതിയത്. സത്യം. അപ്പോ ആളെ എനിക്ക് പറയാൻ തന്നെ സന്തോഷമുണ്ട്. ആരാണ് ആ വ്യക്തി സാർ? എല്ലാരും സർപ്രൈസ് ആയിട്ടിരിക്കുകയല്ലേ? മിസ്റ്റർ അമ്പിളിക്കുട്ടൻ. ആർക്കും സന്തോഷമില്ലേ? ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വേഴ്സറ്റാലിറ്റി, അതുപോലെ തന്നെ ഓരോ ഡയലോഗ് പ്രസൻസ് വളരെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ആ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തത്. അതേ ഇവിടെ ഇല്ലേ പ്രസൻസ് നിൽക്കുന്ന ബാക്കില് അമ്പിളിക്കുട്ട ആണ് രാജമൗലി സാറ്. അതെനിക്കറിയാം, അതാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, ഇത് ആരാ ഇതെന്ന്. പേരോ താങ്ക്സ്. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഞാൻ ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഞാൻ സാറിന്റെ സിനിമ ഞാൻ കണ്ട ബാഹുബലി. ബാഹുബലി സിനിമ ഡയറക്ട് ചെയ്ത വലിയ ഡയറക്ടറാണ്. കൊച്ചുപടം ബാഹുബലി. കൊച്ചുപടം, വലിയ പടം. ഞാൻ മൊബൈലാണ് കണ്ടത്, അതുകൊണ്ടായിരിക്കും. ഞാൻ SS രാജമൗലി, ഡയറക്ടറാണ്. ഞാൻ അമ്പിളിക്കുട്ടൻ പാലാകൊല നടക്കുന്നു. ഇനി എന്തായാലും പാലാകൊല നടക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് ഇവരെ അറിയിച്ചു കഴിഞ്ഞു. എന്റെ പുതിയ സിനിമയിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരും ശരിയല്ല സാറേ ഇവിടെ ഉള്ള ആളാരാണെന്ന് അറിയണം. ആരാണ്? മിസ്റ്റർ അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടനാണ് സെലക്ട് ചെയ്തത്. സത്യം, അമ്പിളിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ കഥ എഴുതിയിരിക്കുന്നത് തന്നെ. വേറെ ആർക്കും ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല അമ്പിളിക്കുട്ടൻ. എന്റെ ആശാനെ, എന്റെ രാജമൗലി ആശാനെ, സിനിമയിൽ എടുത്ത എന്റെ ആശാനെ. സാറിന് അറിയാമോ സാറേ, എനിക്ക് ഇവിടെ ഒരു വില ആരും തരത്തില്ല. ആണോ? ആഹാരം തിന്നുമ്പോൾ പോലും എന്നെ എല്ലാരും കളിയാക്കും സാറേ. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ വിശക്കുകയും ചെയ്യുന്നില്ല. ഇനി ആരും കളിയാക്കില്ല. നല്ലൊരു ക്യാരക്ടറാണ് അമ്പിളിക്കുട്ടന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അമ്പിളിക്കുട്ടൻ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് അതിന്റെ റെഫറൻസ് ഒക്കെ എടുക്കണം. അമ്പിളിക്കുട്ടൻ സാറേ മുഖം കണ്ടാ സാറേ അവൻ അസൂയ കൊണ്ട് പൊട്ടും സാറേ അവൻ. നിന്നാളെ രാജാമുജിയുടെ പടത്തിലിടാ ഞാൻ. സിനിമയൊക്കെ കാണാറുള്ള ആളാണ്. ഇഷ്ടംപോലെ കാണും, എല്ലാം കാണാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് വേണ്ട. കാരണം ഓരോ സിനിമകൾ നമ്മൾ പഠിക്കണം. ഒരുപാട് സിനിമകൾ കാണണം, ഒരുപാട് റെഫറൻസ് എടുക്കണം ആക്ടിങ്ങിന്റെ. കാരണം നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുക്കാറുണ്ട്. എനിക്കറിയാം, നിങ്ങൾ മറ്റേ റാംജി റാവു ഫിലിം, രാമോജി റാവു ഫിലിം സിറ്റി, അവിടെ നമ്മൾ അതെന്ന് വെച്ചാൽ സിനിമയുടെ കഥ പുറത്തു പോകാനിരിക്കാനും ഇതേപോലെ ആക്ടിങ് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്പിളിക്കുട്ടൻ അങ്ങനെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് കാണും. അമ്പിളിക്കുട്ടൻ വേറെ എന്തെങ്കിലും അറിയേണ്ട കാര്യമുണ്ടോ? സിനിമയിലെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ അത് വൃത്തിയായിട്ട് ചെയ്യാൻ സാറേ. ഷാരൂഖ് ഖാനെ, അമിതാഭ് ബച്ചനെയൊക്കെ പോലെ അഭിനയിക്കാൻ എനിക്ക് താല്പര്യം. അതാണ് പറഞ്ഞത്. നമ്മുടെ മലയാളത്തിലെ മോഹൻലാൽ സാർ, മമ്മൂക്ക, അതുപോലെ തന്നെ ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിന്റെ സംഭവം അറിയാം. സ്വന്തമായിട്ട് ഒരു ആക്ടിങ് ഒരു ടാലന്റ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തതാണ്. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കയ്യിലാണ് അദ്ദേഹത്തിന്റെ ആക്ഷൻ എല്ലാം സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇത് നമ്മുടെ ബാദ്ഷാ ഖാൻ ഷാറൂഖ് ഖാൻ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം രണ്ട് കൈയായി ആ ഡയലോഗ് ചെറുതായിട്ടൊന്ന് മാറുകയും ചെയ്യും. കണ്ടോ സാറിന്റെ പുതിയ പടമില്ലേ ആ. ബാഹുബലി എപ്പിക്ക് ആ. ഞാൻ പടം മൊത്തം അരിച്ചു പറക്കി നോക്കി. അതെ. ആ പിക്ക് ഞാൻ അതിനകത്ത് കണ്ടില്ല. ഏത് പിക്ക്? ഈ പിക്ക് എന്ന് എഴുതിയ പിക്ക് പടത്തിന്റെ അവസാനം വരെ ഇല്ല. ആ പിക്ക് അത് ആ രണ്ട് സിനിമ പാർട്ട് 1ഉം പാർട്ട് 2ഉം ചേർത്തത് കൊണ്ട് എപ്പിക് എന്നുള്ള പേരിട്ടതാണ്. അങ്ങനെയാണോ? ആ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിക്ക് എടുക്കണേ. അതൊക്കെ എടുക്കാം. എന്റെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട്, കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് സാറേ. ആ. പിന്നെ വേറൊരു കാര്യം എനിക്ക് സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താണ്? സാറേ ഈ ബാഹുബലി സിനിമയിലെ പ്രഭാസിനെ അല്ല ആദ്യം ഋതിക് റോഷനെയാണ് സാർ ഇങ്ങനെ തെരഞ്ഞുപിടിച്ചെന്ന ഒരു ഇതുണ്ട്. അതൊരു റൂമറാണ്. അവൻ അവിടെ വന്നാ ആര്? റൂമർ എല്ലായിടത്തും കാണാം. അടുപ്പിക്കുന്നത് ശരിയല്ല അവൻ. അതല്ല, ഒരു റൂമർ ആയിരുന്നു. ആറ് ഹ്യൂമറിനോട് ചെയ്തായിരിക്കും, പക്ഷെ പടം സീരിയസാ കയറി കൊണ്ടത്. പിന്നെ പടങ്ങളെല്ലാം കാണാറുണ്ട്. ആണ്. പിന്നെ വേറെ ഞാൻ സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാ ആ. മറ്റേ ഞാനേ സാറേ ഇവിടെ ഒരുപാട് നാൾ ഈച്ച അടിച്ചോണ്ട് കിടന്നു. ആ. ഒരു ഗുണവും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് ശരി. സാറാ സുദീപിനെ കൂടെ ഒരു ഈച്ച അടിച്ചിട്ട് കോടികളല്ലേ വാരിയത്. ഈച്ച സിനിമയിൽ. ഈച്ച സിനിമ ആ ശരിയാ. അതിന്റെ ഈ ഓഡിഷനൊക്കെ ഭയങ്കര പാടായിരുന്നല്ലേ സാർ? എന്ത് പാട്? ഭയങ്കര മൂളലും വിളിയൊക്കെ കാണും. അതെന്ത് മനസ്സിലായില്ല. 1000 ഈച്ചെങ്കിലും വന്ന് കാണൂല ഇതിൽ സാർ. അയ്യോ, അതൊക്കെ CG ആണ്. ആണോ? ആ. പിന്നെ വേറൊരു കാര്യമുണ്ട്. സാറ് ഭയങ്കര ബുദ്ധിയുള്ള ആളാ. എന്തുറ്റി? ഈ ഈച്ച അങ്ങ് നായകനാക്കി. ആ. സാധാരണ മനുഷ്യനെ പിടിച്ചാക്കി ആ ക്യാരവാൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, പിന്നെ അവന്റെ കൂടെ 15 പേര് ഇതാകുമ്പോ ഒരു ചക്കപ്പഴം വെച്ച് പഞ്ചര പൊക്കോളും. ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ. പുള്ളിക്കൂടെ ഒരു തമാശക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആലപ്പുഴക്കാരനാ. പിന്നെ സാർ എനിക്കൊരു സംശയമുണ്ട് സാർ. ആ. സാറിന് ഒരു പടത്തിന് സംവിധാനം ചെയ്യുന്നതിന് 100 കോടി രൂപയൊക്കെ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ട് അമ്പളിക്കുട്ടന്ന്. ആണല്ലേ? ചിലപ്പോ ചില സാഹചര്യങ്ങൾ 100ന്റെ 50ന്റെ നോട്ടായിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? അല്ല, അതാണ് സാർ ഒരു സിനിമ എടുത്താൽ പിന്നെ 2 വർഷത്തേക്ക് സിനിമ എടുക്കുന്നത്. വീട്ടിൽ ഇരുന്ന് എണ്ണി തീർക്കണ്ടേ 100 കോടി. ഇനി 2000ന്റെ നോട്ട് മേടിക്കണം സാർ. അതാകുമ്പോൾ പെട്ടെന്ന് എണ്ണി തീർക്കാൻ ഞാൻ പടാന്ന് എടുത്ത പടം. നമ്മളിവിടെ എന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടോ? എല്ലാം കണ്ടു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെഫറൻസ് എടുക്കാൻ പറ്റും. കണ്ടു. മൂന്നാർ കണ്ടോ? അവിടെ ഞാൻ പോയി. അപ്പൊ ഒരു കൈപ്പേറി അനുഭവം ഉണ്ടായി. അവിടുന്ന് മാങ്ങ എന്നപ്പോ ഭയങ്കര കൈപ്പായിരുന്നു സാറേ. മുളവൊക്കെ ഏത് മൂന്നാർ? തണുപ്പൊക്കെ ഉള്ള മൂന്നാർ. മൂന്നാർ സ്ഥലത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? എന്റെ RRR എന്നുള്ള സിനിമ കണ്ടായിരുന്നോ? കണ്ടാന്നാ? കണ്ട്. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു സാറേ. പിന്നെ ഒരു പരാതിയുണ്ട്. എന്ത് പരാതി? അതിനകത്ത് നടന്മാരെ സാർ ഒരുപാട് കഷ്ടപ്പെടുത്തി. രണ്ടുപേരാ. രണ്ട് നായകന്മാരെ? രണ്ട് നായകന്മാരെ. ഞാൻ ഒരു രീതിയിലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. അവര് പറഞ്ഞോ? അവര് ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ പാട്ടിൽ അങ്ങനെ ഏത് പാട്ടിലാണ് അങ്ങനെ വരിയുള്ളത്? നാട്ടു പാട്ടിൽ അവര് പറയുന്നുണ്ട് പറ്റത്തില്ലേ പറ്റത്തില്ലേ. പാവം സാറേ, പാവം കിട്ടും സാറേ. എന്താണ് അമ്പളിക്കുട്ട, ഞാൻ എന്തോ പറയാൻ അമ്പളിക്കുട്ട. സാറേ പിന്നെ എനിക്ക് സംശയം. എന്താണ്? ഈ സിനിമയിലൊക്കെ ഈ ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയുന്നുള്ളതാണോ? കാണുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ സിനിമയിലൊന്നും അങ്ങനെ ഇല്ല. അല്ല, ഇനി അഥവാ ഞാൻ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് ബ്ലാക്ക് മണി ആണെങ്കിൽ അത് എത്രത്തോളം ബ്ലാക്ക് ആയിരിക്കും? നല്ല ബ്ലാക്ക് ആയിരിക്കും, അത് കുറഞ്ഞ ബ്ലാക്ക് ആയിരിക്കും, ഈ ചാര കളർ ആയിരിക്കും? എങ്ങനെയാണ്? എന്തിനാണ് അത് ചോദിച്ചത്? മനസ്സിലായില്ല. അല്ല, കറുപ്പാണെങ്കിൽ നമുക്ക് തേച്ചഴി വലിയ കടയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. സോപ്പ് പൊടിയും അതൊക്കെ മേടിക്കണ്ടേ സാർ? ബ്ലാക്ക് മണി അതല്ലേ? അമ്പളിക്കുട്ടൻ, താങ്കളുടെ തലയിൽ ആള് താമസമില്ലേ? ഉണ്ട്. ഒരു പേനും അവന്റെ ഭാര്യ 2 മക്കളും. അവര് രണ്ടവന്മാര് ഭയങ്കര കുരുത്തക്കണം. അമ്മ വേണ്ട ഈ മുറ്റത്തൊന്നും നിന്ന് കളിക്കും ഇടയ്ക്ക്. മുറ്റോ? ഇതെല്ലാം അവരെ. പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ചൊറിച്ചില്ല സാറേ ഇടയ്ക്ക്. അവിടെ അവന്റെ അവളെയും ബെഡ്റൂം. അമ്പളിക്കുട്ടാ, എന്റെ സിനിമയിൽ അമ്പളിക്കൊണ്ട് ചെയ്യാൻ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഞാൻ ഇടയ്ക്ക് അച്ഛന്റെ സൈക്കിൾ എടുത്ത് ബേക്കറി പോയിട്ട് മേടിച്ചു കഴിഞ്ഞു. എന്തോന്നു? മറ്റേ അകത്ത് തേങ്ങയും ഇതൊക്കെ വെച്ച പഴമൊക്കെ വെച്ച പലഹാരമല്ലേ ഇതെന്തോന്നു? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ചെയ്യാൻ. അപ്പൊ അമ്പളിക്കൊണ്ട് ഡയലോഗ് പ്രസൻസ് എങ്ങനെയാണ് അമ്പളിക്കൊണ്ട് ചെയ്യുന്നത് എനിക്കൊന്ന് അറിയണം. ഞാൻ പറയാം സാറേ. ഒരു ഡയലോഗ് പറയൂ. എന്റെ സിനിമയിൽ ബാഹുബലിയുടെ ഡയലോഗ് എന്നെ പറഞ്ഞു. ഞാൻ പറയാം. വളരെ ദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കും. ദേവസേനേ, നീ ചെയ്തത് തെറ്റ്. പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്റെ കൈയല്ല വെട്ടേണ്ടത്. പിന്നെ അങ്ങോട്ടോ പറഞ്ഞുതരാം. തല തല അത് തന്നെ അങ്ങോട്ട് മാറി പിന്നെ സാറേ ഒരു സീൻ തന്നെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിക്കും. ഒരു സീൻ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല. കാളയായിട്ട് പോത്ത് ഒരു കാട്ടുപോത്തോട്ട് മൽപ്പിടുത്തോണ്ടല്ലോ സാറേ. ഞാൻ ചെയ്ത് കാണിക്കാം. ആരാണ് മൽപ്പിടുത്തം നടത്തുന്നത്? മറ്റേ വാള് വെച്ചപ്പോ പല്ലുപോയ ദേവൻ. ദേവൻ. അത് തന്നെ. വേറൊരാളോട് നോക്കിക്കൊണ്ടിരിക്കൂലേ സാറേ? ആരാണ്? മറ്റേ ആഫ്രിക്കൻ മുഷിയുടെ ഫിഗറുള്ള ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് പിങ്കളദേവൻ. അതൊന്നും ആവശ്യമില്ല അമ്മളിക്കോട്ടെ, അതൊന്നും വേണ്ട. നമ്മള് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഞാൻ ചെയ്ത് കാണിക്കാം സാർ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സീൻ ഇട്ടോട് സാറിന്. വേണ്ട, ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തു പ്ലാനിങ് ആണ് ഞാൻ. ആണോ? ആരും ഇതിന്റെ പുറകിൽ കളിക്കുന്നുണ്ട് അമ്പിളിക്കുട്ടൻ. സാറേ എനിക്ക് ഈ മൽപ്പിടുത്തം നടത്താൻ ഒരാള് വേണം കാളയ്ക്ക് പകരം. അത് VFX ലാ. അത് സാർ ഇട്ടോ, അതല്ല എനിക്ക് ഇത് വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. എങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ കുട്ടിയെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാവോ? ആട്ടുംകുട്ടിയായിട്ടല്ലോ, ആട്ടുപോത്തല്ല. മോബിയെ വിളിക്കാം. നീ വാ. ആ പിന്നെ നിന്റെ ഭ്രാന്ത് പരിപാടിക്കാൻ നിൽക്കാൻ പോവല്ലേ? എനിക്ക് ഭ്രാന്തുണ്ടായിരുന്ന പണ്ടാണ്. ആ ഇപ്പൊ നിനക്ക് ജലദോഷം ചുമയായിരിക്കും. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാട്ടുപോത്തോടും കുഴപ്പമില്ല. നമ്മളത് VFX ലിടാം. മ്യൂസിക് ഇടാൻ പറ്റും. മ്യൂസിക്, ഒരു മ്യൂസിക് കൊടുക്കൂ പ്ലീസ്. ആ ആ ആ അടങ്ങ് 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 ആ. അടങ്ങ്. ആ വൈക്കോലും പുല്ലും ഒക്കെ മേടിച്ച് തരാം. കാട്ടുപോത്തിനാണോ വൈക്കോലും പുല്ല്? കാട്ടുപോത്തിന് ചിക്കൻ ബർഗറാ മേടിച്ചു കൊടുക്കുന്നത്. ആ അത് വേണ്ട, അതൊന്നും കാണിക്കണ്ട, കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ കൂടെ ചെയ്യാം സാർ. ഏതാണ്? ഈ ലവ് സോങ് ഒക്കെ ചെയ്യും. ലവ് സോങ് അമ്പിളിക്കുട്ടിന്റെ മാരേജ് സീക്വൻസിനകത്തുണ്ട്, മാരേജ് ഉണ്ട്. ചെയ്യാം സാറേ. അപ്പൊ അതിന് ഒരാൾ വേണോ? വേണം വേണം. ആരെ വേണം പറയൂ, നിങ്ങൾ സെലക്ട് ചെയ്യും. എലീന ഒട്ടും വേണ്ട. ഡയാന ഒന്ന് സഹായിക്കാം പ്ലീസ്. ഓക്കെ സാർ, ഓക്കെ. പ്ലീസ്. അമ്പിളിക്കുട്ടൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം, അങ്ങനെ ഒരു ഓഡിഷൻ വരികയാണെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നീട് കൂടെ നിന്നാ മതി. എന്താണെന്നുള്ള നമുക്ക് ഒന്ന് കാണാം. അമ്പിളിക്കുട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ കെട്ടിപ്പിടിക്കും, അങ്ങനെ പാട്ട്. അതൊക്കെ നമുക്ക് VFX ഇടാം. VFX ഇടാം. ആരാണ് ഈ VLX? പഠിച്ചതാണോ അവൻ? ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. നമ്മൾ ഗ്രാഫിക്സ് ചെയ്ത് വെച്ചോളാം, കുഴപ്പമില്ലെന്ന്. പാട്ട് എന്താണെന്ന് കാണിക്കും. ഒരു സോങ് പ്ലേ ചെയ്യും. ആ നല്ല റൊമാൻറ്റിക് ആയിരിക്കണം. എന്ത് പറ്റി? അവളെ കെട്ടി അവിടെ ഇരിക്കുന്നു, അങ്ങോട്ട് പോകണുണ്ടോ? എന്തുകൂടെയാണ് അഭിനയിക്കാനുള്ളത്? ഇവിടെ വാ. ഞാൻ ഫീൽ ചെയ്തങ്ങ് പോയതാ. സാറിന്റെ പെർഫോമൻസ് കണ്ടില്ലേ? അത് മതി. ഞാൻ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ മറ്റില്ല, അത് VFX ഇടും. എന്നാ ഞാൻ ഒറിജിനൽ ആയിട്ട് ഒരു ഉമ്മയും കൊടുത്താലോ? ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഒന്ന് തന്റെ പടലിക്ക് കൈവച്ചാലോ? വേണ്ട, VFX മതി. ആണല്ലോ. ഇനി വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടോ? അമ്പം മില്ലി പിടുന്ന സീനുണ്ട് സാർ. അമ്പവില്ല് അതുണ്ട്. ബാഹുബലി ചെയ്യും പോലെ അതുണ്ട്. ഈ വിരല് കൊണ്ടിങ്ങനെ ദേവസേനെ പഠിപ്പിക്കുന്നത്. ആ ഓക്കെ ഓക്കെ, അതൊന്ന് കാണണം. ഞാൻ കൊണ്ടുവരാം സാർ. അമ്പെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കില്ലേ സാർ. ഡയറക്ടർ അനുജ് സാർ എന്തുമാത്രം ഒരു ആർട്ടിസ്റ്റുകളെ വാർത്തെടുത്തിരിക്കുന്നത്. ഭയങ്കര ബ്രില്യന്റ് കേട്ടോ. ഇതൊക്കെയാണ് ചെയ്യാം, ഞാൻ ചെയ്യാം. ഇഷ്ടമാണ്. ഇതൊക്കെ ഇത് കിടിലമാണ് സാധനം. അപ്പൊ ഇവിടെ എല്ലാം സെറ്റാണ്. സെറ്റ് ചേഞ്ച്. ഫുള്ളി പ്ലാൻഡ്. വെരി ബ്രില്യന്റ്. ദേവസേനെ പിടിക്ക്. വീരലഞ്ച്. ജില്ലി. ആ അവിടെ എന്തോ ഒരു സൗണ്ട്. രണ്ട് സൗണ്ട് കേട്ടു സാറേ. ഒന്ന് ക്യാമറമാന്റെ കണ്ണി കൊണ്ട് കാണും, ഒന്ന് ഡയറക്ടറിന്റെ നെഞ്ചത്തിരിപ്പുണ്ട്. ഉറപ്പാണ്. ഒരെണ്ണം ഗ്രൂമർമാർ എല്ലാവരും കൂടെ ഷെയർ ഇട്ടെടുത്തു. ആ എടുത്തു. എടുത്തോ, നല്ലതാണ്. വേണ്ട വേണ്ട സർ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഡയാൻ. ചാൻസ് ഷുവർ 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 ഷുവർ. എന്താ അമ്പിളിക്കുട്ടിയെ കാണിക്കുന്നത്? സംഭവിച്ചു സാറേ. ഇനി വേറെ എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാനുണ്ടോ? വേണ്ട, ഒന്നും ഉന്നയിച്ച് കാണിക്കില്ല. മതിയല്ലോ. ഇല്ലല്ലോ. അപ്പൊ അമ്പിളിക്കുട്ടിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ. ബാക്കിയെല്ലാം ഞാൻ ഫിക്സ് ചെയ്തോളാം. ഡേറ്റ് ഞാൻ അറിയിക്കാം കേട്ടോ. പിന്നെ സാറേ, എന്റെ ഇതെന്താന്ന് പറഞ്ഞില്ല. പറഞ്ഞു തരാം അമ്പിളിക്കുട്ടൻ. സീൻ പറഞ്ഞ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിന് പുറകിലുള്ള അടുക്കള വശത്ത് അമ്പിളിക്കുട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്നു. അപ്പൊ ഞാൻ ഡയലോഗ് പറയട്ടെ. ഉറങ്ങുന്ന ഡയലോഗ് കൊടുക്കാൻ പറ്റും. അവര് കൂർക്കോങ്കിലും വലിച്ചോട്ട്. കൂർക്കം വലിച്ചു. എന്റെ ഒറ്റ കൂർക്കത്തെ ഓസ്കാർ മേടിക്കുന്നു. അതെ. അപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് വിശന്ന് കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന ഒരു കടുവ കാട്ടിൽ നിന്ന് ഇറങ്ങി അമ്പിളിക്കുട്ടൻ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ കടുവ അമ്പിളിക്കുട്ടനെ കടിച്ച് കീറി ഇല്ലാതാക്കി കൊല്ലുന്നു. അതാണ് സീൻ. അമ്പിളിക്കുട്ടനെ ചെയ്യാൻ പറ്റൂ. എനിക്ക് മനസ്സിലായി. എന്താണ്? ഈ കടുവയും VFX അല്ലേ? അതാണ് മറ്റൊരു ട്വിസ്റ്റ്. അത് പറ. എന്റെ ഈ സിനിമയിൽ എല്ലാ മൃഗങ്ങളും VFX ആണ്. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കടുവ മാത്രമാണ് ഒറിജിനൽ. മാത്രം ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തു അമ്പിളിക്കുട്ടൻ, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ പടത്തിന്റെ പേരെന്തോ സാറേ? ബാഹുബലി 3. എന്റെ പൊന്ന് സാറേ, ആ പേരൊക്കെ മാറ്റ്. പിന്നെ എന്തോ ഇടണം? അമ്പിളിക്കുട്ടന്റെ ബാഹുബലി എന്നാക്ക്. ഓക്കെ.